അനന്തമായ കാഴ്ചയുടെ കഥകളുമായി ചൈതന്യ ഐ ഹോസ്പിറ്റൽ. നേത്രദാനമെന്ന മഹത്തായ കർമ്മത്തെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ചൈതന്യ ഐ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിച്ച ആനന്ദ സ്റ്റോറീസ് യാത്രയുടെ പതാക കൈമാറ്റം ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർവഹിച്ചു. ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെ നീളുന്ന യാത്ര വിവിധ ജില്ലകളിലൂടെ സഞ്ചരിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കും. നേത്രദാന പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് ചൈതന്യ ഐ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അനന്തമായ കാഴ്ചയുടെ കഥകളുമായി അനന്ത സ്റ്റോറീസ് യാത്ര സംഘടിപ്പിച്ചത്. യാത്രയുടെ പതാക കൈമാറ്റം കൊച്ചി മറൈൻ ഡ്രൈവിൽ വെച്ച് ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർവഹിച്ചു. നേത്രദാനമെന്ന മഹത്തായ കർമ്മത്തെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ അനന്ത നേത്ര ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെ നീളുന്ന യാത്ര എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലൂടെ സഞ്ചരിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കും. യാത്രയിലുടനീളം വിവിധ സന്നദ്ധ സംഘടനകളും ക്ലബ്ബുകളും വിദ്യാലയങ്ങളുമായി ചേർന്ന് 50-ൽ പരം നേത്രദാന ബോധവൽക്കരണ ക്ലാസുകളും 10,000-ൽ പരം ആളുകളിൽ നിന്നും നേത്രദാന സമ്മതപത്രം കരസ്ഥമാക്കുകയും ചെയ്യും. തുടർ പ്രവർത്തനങ്ങൾ പ്രദേശത്തെ ചൈതന്യ ഐ കെയർ ഹോസ്പിറ്റൽ മുൻകൈയെടുത്ത് നടത്തും. മരണശേഷം നമ്മുടെ കണ്ണുകൾ മറ്റുള്ളവർക്ക് വെളിച്ചമാകട്ടെ എന്നതാണ് യാത്രയുടെ സന്ദേശം. ഉദ്ഘാടന വേളയിൽ നേത്രദാനത്തിൽ പൊതുസമൂഹത്തിലുള്ള തെറ്റായ ധാരണകൾ മാറേണ്ടതുണ്ടെന്നും നേത്രദാനം എന്നതിനു പകരം നേത്രപടലദാനം എന്നതിലേക്ക് മാറേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പരാമർശിച്ചു. It's almost similar when I say I have already donated. I said this is not something that I said for the effect of it, because I have already donated my organs. I have signed that pledge. I see no reason why my family should not do it when I pass away. So, but the essential reason, one of the biggest problems that I have seen in eye donation is because you use the word eye donation. People think once the donation happens, there is a vacuum inside the eye. I've heard people tell me this, saying that if you open the eye, there is a deep chasm, there is a deep hole and all that. It can't be far away from the truth. So this is the message that you should be taking. I was just asking Ramkumar what is the real purpose of this mission, and Ramkumar told me this is the purpose. The purpose is tell people the truth, make them understand that what is going to happen is this and nothing else that they believe or perceive it to be. യാത്രയുടെ ഫ്ലാഗ് ഓഫ് കൊച്ചിൻ സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ ജുവാൻകുടി മഹേഷ് IPS നിർവഹിച്ചു. There are many misimpressions regarding the eye donation. Hope this awareness program will help to clear that impressions. I also hope that this make the citizens more socially responsible and hope this will be succeed in future. വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, വിവിധ സ്ഥാപനത്തിലെ ജീവനക്കാർ, സംഘടനകൾ, സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ യാത്രയുടെ ഭാഗമായി വിവിധ പരിപാടികൾ അവതരിപ്പിക്കും. ചൈതന്യ ഐ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മാത്യു കുര്യൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ RJ ശംഭു, ഡോക്ടർ അനിൽ രാധാകൃഷ്ണൻ, രാംകുമാർ മഠത്തിൽ, അനന്ത ഐ ബാങ്ക് മാനേജർ റോബിൻ എന്നിവർ പങ്കെടുത്തു. പണ്ടൊക്കെ ടീച്ചേഴ്സ് ചോദിക്കും, ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ സീറോ അവേഴ്സിലൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഓർഗൻ ഡൊണേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആരൊക്കെ ചെയ്യും? അപ്പം ഞങ്ങളൊക്കെ ചുമ്മാ കൈ പൊക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തുള്ള ഫ്രണ്ട്സൊക്കെ പറയും ചിലർ കൈ പൊക്കില്ല. അപ്പോൾ ഞാൻ ചോദിക്കും വൈ, വാട്ട്സ് എ റീസൺ ഫോർ ദാറ്റ്? സോ ദേ സേ അവർക്ക് പേടിയാണ്. സോ ഇറ്റ്സ് ആക്ച്വലി ആഫ്റ്റർ ഡെത്ത്, റൈറ്റ്? അപ്പോൾ സ്റ്റിൽ അവർക്ക് അറിയില്ല, അതിൻ്റെ ഒരു രീതികൾ അറിയില്ല. പിന്നെ ഇപ്പോഴും പല ആൾക്കാർക്കും ദേ ആർ നോട്ട് വില്ലിങ് ഫോർ ദാറ്റ്, അല്ലേ? സോ ഈ പറഞ്ഞ പോലെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, അതിനൊരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞൊരു 20 വർഷത്തിൽ വലിയൊരു മാറ്റമാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ അമൃതയിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യമായിട്ടൊരു ഐ ഡൊണേഷൻ്റെ കാര്യം ആരോടെങ്കിലും പറയുമ്പോൾ എപ്പോൾ അടി കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ വർക്കേഴ്സിനെല്ലാം വളരെ പേടിയായിരുന്നു അത് പറയാൻ തന്നെ. കാരണം ആളുകൾക്ക് ഈ ഐ ഡൊണേഷനെ പറ്റിയും ഇൻഫാക്ട് ഇനി എന്ത് ഡൊണേഷനെ പറ്റിയും വളരെ വികലമായ ധാരണകളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു യാത്രയിലൂടെ നമ്മൾ ലക്ഷ്യം ജീവിച്ചിരിക്കുന്ന ആളുകളെ ആ നയനങ്ങൾ തുറക്കാൻ, ആ കാഴ്ചശക്തിയുള്ള ആളുകളുടെ കണ്ണുകൾ തുറക്കാൻ, അവർക്ക് നമ്മൾ നേത്രദാനത്തിലൂടെ എന്താണ് ആവശ്യം, എന്താണ് ചെയ്യേണ്ടത്, ഇന്ന് കേരളത്തിലുള്ള 7 ലക്ഷം പേർക്ക് എങ്ങനെ കാഴ്ച നൽകാം, അത് എങ്ങനെ സാധിക്കും, അതിന് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മനസ്സിലായാലും നമ്മുടെ കുടുംബത്തിലൊരാൾ മരിച്ചാൽ നമുക്ക് ആ ദാനം ചെയ്യാൻ തയ്യാറാവുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് ഞാൻ സംസാരിച്ച് ലാസ്റ്റ് ചൈതന്യ ഹോസ്പിറ്റൽ അതിന് തയ്യാറായി. ന്യൂസ് ബ്യൂറോ, എറണാകുളം.